ശ്രീ വർഗീസ് ജോർജ്, കേന്ദ്ര സർക്കാർ എടുത്ത നീക്കങ്ങളെ, നടപടികളെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം തന്നെ ഈ സോനം വാങ്ചുക്ക് ജൂൺ 28-ന് നിരാഹാര സമരം തുടങ്ങുന്നതാണ്. ഇത്രയും ദിവസം ആ സമരപന്തലിലേക്കോ അല്ലെങ്കിൽ സോനം വാങ്ചുക്കിനോ CJPക്കോ ഒരു തരത്തിലുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാതെയാണ് കോൺഗ്രസ് ഇത്രയും ദിവസം നിന്നിരുന്നത്. പക്ഷേ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് കോൺഗ്രസ് ഇവർക്ക് അവരോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഈ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് കോൺഗ്രസിനെതിരായ വിമർശനം. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? നീലിമ, അഡ്വക്കേറ്റ് ഉല്ലാസ് പറയുന്നത് ഗവൺമെന്റ് മുട്ടുമടക്കത്തില്ലെന്നാണ്. മുട്ടുമടക്കി കഴിഞ്ഞല്ലോ. ഇന്നലെ രാത്രി ഹോം മിനിസ്റ്റർ 2 മന്ത്രിമാരെ മേഡാൻഡ ഹോസ്പിറ്റലിൽ അയച്ചല്ലോ. ഡോക്ടർ സോനം വാങ്ചുക്കുമായിട്ട് ഒരു സെക്കൻഡ് അങ്ങ് ഉല്ലാസ് ബാബുവിനെ കോട്ട് ചെയ്തത് ശരിയായ രീതിയിലല്ല. അദ്ദേഹം ഇടപെടുന്നു. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ബാബുവിന്റെ പ്രസ്താവന തന്നെ ഞാൻ പറഞ്ഞത്. മുട്ടുമടക്കിയല്ലോ. രണ്ട് ഹോം മന്ത്രിമാർ, രണ്ട് മിനിസ്റ്റേഴ്സിനെ, ഞാൻ പറഞ്ഞായിട്ട് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. നീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ ഒരു സംശയമില്ലാതെ ചർച്ച ചെയ്യുന്നു. അല്ല സാർ എന്റെ പേര് പറഞ്ഞു വരുന്നല്ലോ, സാർ ചർച്ച ചെയ്തോ. പക്ഷെ ഉല്ലാസ് ബാബു പറയാത്ത കാര്യം ഉല്ലാസ് ബാബു പറഞ്ഞു എന്ന് പറഞ്ഞ് സാർ പറയാൻ പറ്റില്ലല്ലോ. അത് സാർക്ക് ചേർന്നൊരു ശൈലിയല്ലോ. സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ സർക്കാർ മുട്ടുമടക്കില്ല എന്നുള്ളതാണ്. അത് സാർ മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. അതാണ് ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞത്. ശ്രീ വർഗീസ് ജോർജ്, നീലിമയും ബാബുവും ക്ഷമാപൂർവ്വം കേക്ക്. 2 മിനിറ്റല്ലേ ഉള്ളൂ ബാബു പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട്. ഇന്നലെ എന്തിനാണ് ഹോം മിനിസ്റ്ററെ 2 മന്ത്രിമാരെ മേഡാൻഡ ഹോസ്പിറ്റലിൽ അയച്ചത്? എന്തിനാ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയത്? സോനം വാങ്ചുക്കുമായിട്ട് രാത്രി 12 മണിക്ക് 8 മിനിറ്റ് ആവുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തോ? പ്രധാനമന്ത്രി പറഞ്ഞു പ്രത്യേക ക്യാബിനറ്റ് കൂടാം, അടുത്ത ആഴ്ച ഒരു പ്രത്യേകമായിട്ടുള്ള നിയമനിർമ്മാണം പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ച് കൊണ്ടുവരാം. പ്രധാനമന്ത്രി രാജ്യത്തെ പാതിരാത്രിയിൽ അഭിസംബോധന ചെയ്യുകയാണ്. ഗവൺമെന്റ് എല്ലാ കണക്കൂട്ടലുകളും പഴിച്ചുപോയില്ലേ? 22 ദിവസം സത്യാഗ്രഹം നടന്ന വേദിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഒരാളെ അയച്ചോ ഒരു ചർച്ചയ്ക്ക് വേണ്ടി? ഇതാണോ BJP പറയുന്ന വലിയ ജനാധിപത്യ ബോധം? ഇന്നലെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രഖ്യാപിച്ചു. ബാബു തന്നെ പറയുന്ന നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളാണോ ദേശദ്രോഹികൾ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായ നിയമജ്ഞരായ രാംകുമാർ സാർ ഈ പാനലിലുണ്ടല്ലോ. നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഏത് പോലീസ് ഇൻസ്പെക്ടർക്കും 6 മാസത്തെ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാം. ദേശദ്രോഹികളാണോ ഈ സ്റ്റുഡൻസ്? അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഗൗരവമായി കാണാഞ്ഞ ഒരു ഗവൺമെന്റിന് പറ്റിയ ഒരു വലിയ ഒരു തെറ്റായിപ്പോയി അത്. പക്ഷെ ഇപ്പോഴെങ്കിലും അവിടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ സമയം ചോദിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഉന്നയിച്ച 2 ആവശ്യങ്ങൾ അവർ അംഗീകരിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ശ്രീ പ്രധാന്റെ രാജി. അതിനെ സംബന്ധിച്ച് നാളെ 2 മണിക്കകം ഗവൺമെന്റ് പ്രതികരണം അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഗവൺമെന്റ് എല്ലാ കണക്കൂട്ടലുകളും പഴിച്ചുപോയി. ഏതാനും വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു സമരം എന്നതിനപ്പുറത്ത് രാജ്യത്തെ ഒരു വലിയ മൂവ്മെന്റായി, വലിയ പ്രസ്ഥാനമായിട്ട് ഇത് മാറി. ശ്രീ ബാബു അന്നാഹസാരെ മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ എമർജൻസി ആയിരുന്നപ്പോഴും അന്നാഹസാരയുടെ മൂവ്മെന്റ് വന്നപ്പോഴും എല്ലാം ഉന്നയിച്ച ഒരു ആരോപണമാണ്. BJP വക്താക്കളും പറയുന്നത് ഇത് വിദേശ പണമാണ്, വിദേശ ഫണ്ടാണ്. നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ ഏത് മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴും ആളുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇത് വിദേശ പണമാണ്, വിദേശ ഫണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്, ദേശദ്രോഹികളാണ്. 20-ാം തീയതി ഈ ലാത്തി ചാർജ് ഉണ്ടായതിനു ശേഷം 20-ാം തീയതി സോനം വാങ്ചുക്കിനെ വെള്ളത്തുണികൾ കൊണ്ട് മൂടി വേദിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിന് ശേഷമല്ല ഈ സമരത്തിന് പ്രത്യേകമായിട്ടുള്ള മാനം കൈവന്നു.
പിറ്റേന്ന് 10,000-കണക്കിന് സ്റ്റുഡൻസ് അല്ലേ അവിടെ പ്രകടനം നടത്തിയത്? ഇങ്ങനെയായിരുന്നു ഒരു സമരത്തെ ഗവൺമെന്റ് നേരിടേണ്ടത്. ഇപ്പൊ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശ്രീ വർഗീസ് ജോർജ് ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഈ അണ്ണാ ഹസാരെയുടെ സമരം അങ്ങ് പരാമർശിച്ചത് കൊണ്ട് ചോദിക്കുകയാണ്. അണ്ണാ ഹസാരെയുടെ ഈ സമരം നടന്നപ്പോൾ അതൊരു ഗാന്ധിയൻ കൂടിയാണല്ലോ. ആ സമരത്തോട് അന്നത്തെ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ആരാണ് അദ്ദേഹവുമായി ചർച്ച ചെയ്തത്? അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള സർക്കാരിന്റെ ഇടപെടൽ അണ്ണാ ഹസാരെയുടെ സമരത്തിന് നേർക്ക് ഉണ്ടായിരുന്നോ? UPA ഗവൺമെന്റ് ചെയ്ത പോലെ തന്നെയാണോ BJP ഗവൺമെന്റ് ചെയ്യേണ്ടത് നീലിമ? അന്ന് രാജ്യത്തിന് പ്രത്യേകമായുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നു. വ്യാപകമായ അഴിമതി അങ്ങ് ഒരു ഭാഗത്തെ മാത്രം അങ്ങേയറ്റം വെള്ളപൂശുന്ന ഒരു സമീപനം കണ്ടതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് കോൺഗ്രസിനോട് വലിയ എതിർപ്പൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴും കോൺഗ്രസിനോട് നിങ്ങളുടെ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് അണ്ണാ ഹസാരെയുടെ കാര്യത്തിൽ ആരെങ്കിലും ഒരു ചർച്ചയ്ക്ക് പോയോ? അതുപോലെയാണോ BJP സർക്കാർ ചെയ്തിട്ടുള്ളത്? ഏതെല്ലാം നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ പരീക്ഷാ ചോദ്യപേപ്പർ വിവാദം, ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം സർക്കാർ എടുത്ത നടപടികൾ എന്തെല്ലാമാണ്? അത് UPA കാലത്തെ പോലെയാണോ? നീലിമ, ഗവൺമെന്റ് എന്ത് ചെയ്തെന്നാ പറയുന്നത്? 2024 നീറ്റ് പരീക്ഷ ചോദ്യം ചോർന്നില്ലേ? എന്തെങ്കിലും ചെയ്തോ? CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് നടന്നോ? അതിനല്ലേ സാർ നിയമമടക്കം കൊണ്ടുവന്നത് അന്നല്ലേ? 2024 സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് അതിനെതിരായി ഒരു നിയമം രാജ്യത്തുണ്ടായിട്ടുണ്ടോ? രാധാകൃഷ്ണ കമ്മീഷനെ വെച്ചല്ലോ. ആ കമ്മീഷൻ റിപ്പോർട്ട് തുറന്നു നോക്കിയോ? 30ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തില്ലേ? നമുക്ക് അവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തിനാണ് ഈ ഗവൺമെന്റും വിദ്യാഭ്യാസ മന്ത്രാലയവും ഒരു പ്രൈവറ്റ് ഏജൻസി ഇത് ഏൽപ്പിച്ചത്? രാജ്യത്തെ 22 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷ പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ചത്? അവരാ ചോദ്യങ്ങൾ വാട്സാപ്പിലൂടെ നിക്ഷിപ്ത കേന്ദ്രങ്ങൾക്ക് കൊടുത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചില്ലേ? എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കടക്കം മനസ്സിലാവും സർ. വളരെ കൃത്യമായി ഫാക്ടിലേക്ക് പോകാതെ അങ്ങ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയെ വഴിമാറ്റി വിടാൻ ശ്രമിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ വളരെ കൃത്യമായി മനസ്സിലാകും.